അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഈ 3-ൽ 38 അല്ലേ? അതെ, 38. അതെ സാർ. അതെ. നാത്മാജാനമരിഷ്യതി നൈഥതേ ഫൗൻ നക്ഷീയതേ ഫവന വ്യഭിചാരിണം ഹി സർവത്ര ശശ്വതനവയുപലബ്ധിമത്രം പ്രാണോ യഥേന്ദ്രിയബലേന വികൽപ്പിതം ദൽ. ആത്മാ ജജാന. ആത്മാവിനെ കുറിച്ചാണ് അഭിപ്രായൻ കഴിഞ്ഞ ക്ലാസ്സിലും എന്താണ് ബ്രഹ്മം എന്നുള്ളതിനെ കുറിച്ച് വിസ്തരിച്ച് ഉന്നസിച്ചുകൊണ്ടേയിരിക്കുന്ന ഭാഗമാണ്. ആത്മാ ജജാന. ജജാന ജനിക്കുന്നു, ജജാന ജനിച്ചിട്ടില്ല. ജജാന എന്നുള്ളത് ഭൂതകാലത്തിലെ രൂപമാണ്, വീട്ടിലെ. ബ്രഹ്മത്തെക്കുറിച്ച് മറ്റൊരാശങ്കയുടെ സമാധാനമാണ്. സർവം ഖൽവിദം ബ്രഹ്മ എന്നുള്ള വ്യവഹാരത്തിന് വിഷയമായി കാണുന്ന ഈ ചരാചരാത്മകമായ പ്രപഞ്ചത്തിന്റെ ഒരു വിവർത്തമാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് വിശദമായി ചിന്തിക്കുന്നത്. കാരണം ബ്രഹ്മത്തെ അറിയാൻ വേറെ പ്രമാണത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് അപ്രമാണമാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല, സ്വപ്രകാശകമാണ് എന്നിങ്ങനെ കുറേ ഉദാഹരണങ്ങൾ കൂടി വ്യക്തമാക്കി. ഇനിയും അങ്ങനെയാണ് ബ്രഹ്മം എങ്കിൽ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവാത്മകമാണ് ബ്രഹ്മമെങ്കിൽ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അത് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് വശീഭവിക്കണം. അല്ലാതെ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കണ്ണുകൊണ്ടോ ചെവി കൊണ്ടോ മൂക്കുകൊണ്ടോ വായ കൊണ്ടോ ത്വക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ എങ്കിലും അത് നമുക്ക് കണ്ടെത്താൻ കഴിയണം. അപ്പൊ അതൊരു കാര്യമാണ് എന്ന് വരും. ബ്രഹ്മം ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ഉണ്മ എന്നുള്ളത് ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യത്വം ബ്രഹ്മത്തിനുണ്ടോ? ബ്രഹ്മം കാരണമാണ് എന്നാണ് പറഞ്ഞു വന്നതെങ്കിൽ അതെങ്ങനെ കാര്യമായി പരിണമിക്കും എന്നൊരാശങ്ക. ന്യായമായിട്ടും ഈ ചിന്ത പലർക്കും ഉണ്ടാകാം, ഈ സംശയം ചോദിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മാവ് ജനിച്ചിട്ടില്ല. കാരണം എന്താണ്, ഒരിക്കൽ ഇല്ലാതിരുന്ന വസ്തു മറ്റൊരിക്കൽ ഉണ്ടായി കാണുമ്പോൾ മാത്രമല്ലേ ജനിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലില്ലായിരുന്നു, അതിന് മറ്റൊരിക്കൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇല്ലായ്മ ഉണ്ടാകണം, അതിൽ നിന്നല്ലേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരിക്കലും ഇല്ലായ്മ ഉണ്ടായിട്ടില്ല. ഒരു വസ്തു ഉണ്ടായി എന്ന് പറയണമെങ്കിൽ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാവില്ലേ? ബ്രഹ്മം ഒരു കാര്യമാണ് എന്ന് പറയാനാണ് പുറപ്പെടുന്നതെങ്കിൽ നേരത്തെ അതിനൊരു ഇല്ലായ്മ ഉണ്ടാവില്ലേ? എന്നാണെങ്കിൽ അത് ഉണ്ടാവില്ല, കാരണം അത് ജനിച്ചിട്ടില്ല. ജനിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇല്ലെന്ന് പറയാനും പറ്റത്തില്ല. എല്ലായ്പ്പോഴും ഒരേ വിധത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ആത്മാവ്. അതുകൊണ്ട് ജനനമില്ല.
ഏതെങ്കിലും ഒരിടത്തു നിന്ന് അതിനൊരു ഇല്ലായ്മ, പോരായ്മ, കുറവ് കണ്ടെങ്കിൽ മാത്രമേ അത് പിന്നെ ജനിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആത്മാവിന് ജനനമില്ല. അതുകൊണ്ട് ജനിച്ചതിന് ശേഷം വികാരമായ ഒരു മരണം ആത്മാവിന് ഇല്ല, ഇല്ലായ്മയും ഇല്ല. ന മരിഷ്യതി, മരിക്കില്ല. ന ജജാന ന മരിഷ്യതി ന ഏഥത്തെ അഫൗ. അഫൗ ഈ ബ്രഹ്മം ന ഏഥത്തെ വർദ്ധിക്കുന്നുമില്ല. വൃത്തി ഉണ്ടാവണമെങ്കിൽ ഒരു കുറവുണ്ടാവണം. ന്യൂനതയിൽ നിന്നേ വൃത്തിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. പരിപൂർണമായ ഒരു വസ്തുവിന് ഒരിക്കലും ന്യൂനത ഉണ്ടാവില്ല, അതുകൊണ്ട് വൃത്തി ഉണ്ടാവില്ല. ന ഏഥത്തെ അഫൗ ന ജജാന ന മരിഷ്യതി ന ഏഥത്തെ ന ക്ഷീയത്തെ, ക്ഷയിക്കത്തുമില്ല. വൃത്തിയില്ലെങ്കിൽ ക്ഷയമില്ലല്ലോ, വൃത്തി ഉണ്ടെങ്കിലേ ക്ഷയമുള്ളൂ. ന ക്ഷീയതേ ഭവനവിത് വ്യഭിചാരിണാംശി. അപ്പൊ ജനനമില്ല, മരണമില്ല, വളർച്ചയില്ല, ക്ഷയിക്കുന്നില്ല, അഭിവൃദ്ധിയില്ല. അപ്പോഴപ്പോഴും ഉണ്ടാകുന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാകുന്നതാണെങ്കിൽ നശിക്കും. അല്പകാലം മാത്രമേ നിലനിൽക്കുള്ളൂ ഉണ്ടാകുന്ന വസ്തു. ജ്ഞാനസ്വരൂപമാണെങ്കിൽ അത് ക്ഷണികവാദികളെ പോലെ അപ്പോഴപ്പോഴത്തേക്ക് മാത്രം നിലനിൽക്കുന്നതെന്ന് അറിവുണ്ടായി. നൈയായികന്മാരുടെ വാദവുമാണ് ക്ഷണികവാദം. അതിനെ ഖണ്ഡിക്കുകയാണ്. അപ്പം ക്ഷണികമാണ് ഇത് എങ്കിൽ അതിന് അറിവുകൾക്ക് വ്യത്യസ്ത, ഇത് നീല നിറമാണ്, ഇത് മഞ്ഞ നിറമാണ്, ഇത് പച്ച നിറമാണ്, ഇത് കറുപ്പ നിറമാണ് എന്നിങ്ങനെ വ്യവഹാരത്തിന് വ്യത്യസ്തതയുണ്ടാവാം. അതുകൊണ്ട് ബ്രഹ്മമുണ്ട് എന്നുള്ള അറിവിന് ഉൽപ്പത്തിനാശങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കേണ്ട. എപ്പോഴും ഒരു മാറ്റവും ഉണ്ടാവാതെ, ഒരു കുറവും ഉണ്ടാകാതെ അപ്പോഴപ്പോഴ വരുന്ന കാര്യവസ്തുക്കളായ ജീവജാലങ്ങളുടെ ഇന്ദ്രിയത്തിൽ നാനാപ്രകാരേണ കൽപ്പിക്കപ്പെട്ടതാണ് നീലം, പീതം എന്നുള്ള വൃത്തികൾ. അതൊക്കെ ഉണ്ടായി നശിക്കുന്നതല്ലാണ്ട് ആ വൃത്തി എന്താണ് ഒരിക്കലും ജ്ഞാനത്തിന് പാത്രം ആവുന്നതുമല്ല. നീലം, പീതം എന്ന കറുപ്പ്, മഞ്ഞ മുതലായ ഓരോ വസ്തുക്കളുടെയും ഉൽപ്പത്തിക്ക് മുമ്പും ആ അറിവുണ്ട്. അതുകൊണ്ട് നിർവിശേഷമായി ഒരേ രീതിയിലിരിക്കുന്ന ഈ ജ്ഞാനത്തിന്, ആത്മാവിന് ഉൽപ്പത്തിനാശങ്ങളില്ല. അതുകൊണ്ട് ക്ഷണികവാദികളുടെ ഈ വാദം ശരിയല്ല. അല്പനേരത്തേക്ക് മാത്രം ഉണ്ടായി നശിക്കുന്നതാണ് എന്നുള്ള വാദം ശരിയല്ല. അതിങ്ങനെ വന്നുപോയിക്കൊണ്ടേയിരിക്കുന്ന ബാല്യം, യൗവനം, യൗവനെ എന്താണ് വാർദ്ധക്യം, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെയുള്ള ആ ഓരോ തലത്തിലുള്ള വരവ് പോക്കുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്ഞാനം അതിന് വരുന്നതുമല്ല, അത് പോകുന്നതുമല്ല, ഉണ്ടാകുന്നതുമല്ല, ഇല്ലാതെ പോകുന്നതുമല്ല. നേരത്തെ പറഞ്ഞു എന്താണ് ഇത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇല്ലാത്തൊരു വസ്തു ഇവിടെ ഇല്ല, ഇതുള്ളത്. അങ്ങനെ ഉള്ളതാണെങ്കിൽ ആണെങ്കിൽ അതിനൊരു ഇല്ലായ്മ ഇല്ലേ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. അതുകൊണ്ടാണ് ജനനമരണങ്ങൾ ഇല്ല എന്ന് പറയാൻ കാരണം. അങ്ങനെ ഓരോരോ അവസ്ഥകൾക്ക് സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു അനുഭവം മാത്രമാണിത്. അതുകൊണ്ട് ജാഗ്രതാദികളായ അവസ്ഥയിൽ സാക്ഷിയായിരിക്കുന്ന ആത്മാവിന് ഉള്ളവനല്ല. ബാല്യം തൊട്ട് യൗവനം വരെയുള്ള ഓരോ അവസ്ഥാവിശേഷങ്ങൾ സർവത്ര ശശ്വത് അനപായി
ഉപലബ്ധി മാത്രം. പവനവിത് വ്യഭിചാരിണാം ഹി. എങ്ങനെ എന്നാൽ കാലത്തെ അറിയുന്നവനാണ് ഫവനവിത്. ഫവനം കാലമാണ്, സഞ്ചാരം എന്നർത്ഥം. ആ ഫവനവിത്ത് ഹി വ്യഭിചാരികൾക്ക് വന്നും പോയും ഇരിക്കുന്ന അവസ്ഥകൾക്ക് കാലത്തെ അറിയുന്നവൻ തന്നെയാണ്. വ്യഭിചാരികൾ എന്നുവെച്ചാൽ വന്നും പോയും ഇരിക്കുക, പോവുക വരിക, പോവുക വരിക, അതിന്റെ പേരാണ് വ്യഭിചാരം. വ്യഭിചാരികൾക്കാകട്ടെ അവൻ ഫവനവിത്ത, കാലത്തെ അറിയുന്നവനാണ്. വന്നും പോയും ഇരിക്കുന്നതാണ്. ബാല്യം വരും, അത് പോകും. യൗവനം വരും, അത് പോകും. വാർദ്ധക്യം വരും, അത് പോകും. ജാഗ്രത വരും, അത് പോകും. സ്വപ്നം വരും, അത് പോകും. സുഷുപ്തി വരും, അത് പോകും. എന്നിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന വ്യഭിചാരികൾക്ക് ഭവനവിത്ത, വ്യഭിചാരികൾക്ക് ആ കാലത്തെ അറിയുന്നവൻ മാത്രമാണ്. സർവത്ര ശശ്വത് അനപായി. എല്ലായിടത്തും സർവത്ര ശശ്വത്, മാറ്റമില്ലാതെ, അനപായി, അപായമുണ്ടാവാതെ, നീങ്ങിപ്പോവാതെ, ഇല്ലാതെ പോകാതെ ചെയ്യുന്ന ഉപലബ്ധി മാത്രം, അറിവ് മാത്രമായിരിക്കുന്ന ഈ ബ്രഹ്മം പ്രാണോ യഥേന്ദ്രിയബലേന വികൽപ്പിതം സത്. എപ്രകാരമാണോ ഇന്ദ്രിയബലം കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ ബലം അറിവാണ്, ഉണ്ടാകുന്നു, നശിക്കുന്നു, കാണുന്നു, കാണുന്നില്ല എന്നൊക്കെ പറയുന്ന ആ ഇന്ദ്രിയങ്ങളുടെ അറിവ്. വസ്തു ഉണ്ടാകുന്നു, അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷ്യതേ നശ്യതേ എന്ന് പറയുന്ന ഷഡ്ഭാവ വികാരങ്ങൾ ഗീതയിൽ അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയും. ഈ 6 ധർമ്മങ്ങൾ എന്നെ ഷഡ്ഭാവങ്ങൾ എന്ന് പറയും. ഇവ ദേഹധർമ്മമാണ്, ആത്മാവിലൊന്നുമില്ല. അതുകൊണ്ട് എല്ലാമായി വിളങ്ങുന്ന ബ്രഹ്മത്തിന് വികാരമില്ല, വികാര രൂപങ്ങളും ഇല്ല. എന്ന് പ്രാണൻ എന്ന പോലെ ഉപലബ്ധി മാത്രം, ജ്ഞാനം മാത്രമായിരിക്കുന്നു. പ്രാണൻ എപ്രകാരമാണോ സത്, എപ്പോഴുമുള്ള ബ്രഹ്മം ഇന്ദ്രിയ ബലേന, ഇന്ദ്രിയ ശക്തിയാൽ വികൽപ്പിതം, നാനാവിധമായി കൽപ്പിക്കപ്പെടുന്നു. ഒരു പ്രാണനെ തന്നെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ഓരോന്നായി കൽപ്പിക്കുന്നത് പോലെ ഇന്ദ്രിയ ബലേന വികൽപ്പിതം സത്ത്, സത്തായ ഒരു വസ്തുവിനെ ഇന്ദ്രിയങ്ങളുടെ ബലം കൊണ്ട് എന്ത് ചെയ്യാണ്? വികൽപ്പിക്കപ്പെടുകയാണ്. അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് അത് ഇന്ദ്രിയ ബലേന വികൽപ്പിതം കൽപ്പിക്കപ്പെടുകയാണ്. വാസ്തവത്തിൽ ഇതിന് മാറ്റമില്ല, ഒന്ന് തന്നെയാണ്. വായു അല്ലെങ്കിൽ പ്രാണൻ ഒന്ന് മാത്രമാണ്. അതിനെ അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ എന്ന് വിളിക്കുന്നത് ഓരോ ജോലി ചെയ്യുമ്പോഴാണ്, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ. ഒരാൾ തന്നെ പല ജോലി ചെയ്യുമ്പോൾ പലതായിട്ട് വിളിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ബ്രഹ്മം എന്ന ആത്മസ്വരൂപം ശശ്വത്താണ്, അനപായിയാണ്, ഉപലബ്ധി മാത്രമാണ്. പിന്നത് പലതായിട്ട് കാണപ്പെടുന്നത് പ്രാണൻ ഇന്ദ്രിയ ബലം കൊണ്ട് വികൽപ്പിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ എന്ന് ആത്മാവിൻ്റെ നിത്യത, അതിൻ്റെ ശാശ്വതികത, അത് പൂർവപക്ഷ സമാധാനത്തോടെ ബലിഷ്ഠമായി ഉറപ്പിച്ചു നിർത്തലാണ്. ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആശങ്ക ചോദിക്കുന്നെങ്കിൽ അതും കൂടി ഉദ്ഭവിപ്പിച്ചിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടാണ് മുമ്പോട്ട് പോവുക. അതുകൊണ്ടാണ് ജനിച്ചില്ലാതെ ഒറ്റ വാക്ക് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പക്ഷെ അതിനെ താർക്കികമായ യുക്തിസഹമായ ചിന്തയിൽ വരുമ്പോൾ എന്താണ്, ഒരിക്കൽ ഇല്ലാതിരുന്ന ഒരു വസ്തുവാണെങ്കിൽ മാത്രമേ പിന്നീട് ഉണ്ടാകുമ്പോൾ ജനിച്ചു എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ഇത് ഉണ്ടാകാതിരുന്നിട്ടില്ല. ഈ നശിക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. 2 ഭേദങ്ങളും ഇതിനില്ല. വർദ്ധിക്കുന്നില്ല, ക്ഷയിക്കുന്നില്ല. വ്യഭിചാരികൾക്ക് ഭവനവിത്താണ്, എല്ലായ്പ്പോഴും ഒരുപോലെ നിലനിൽക്കുന്നതാണ്, ഉപലബ്ധി മാത്രമാണ്. എപ്രകാരമാണോ ഇന്ദ്രിയ ബലം കൊണ്ട് പ്രാണനെ പലതായി കൽപ്പിക്കുന്നത് അതുപോലെ
നാത്മാജാനമരിഷ്യതി നൈധദേഫൗ നക്ഷീയതേ ഭവനവിദ്യഭിചാരിണം ഹീം പർവത്ര ശശ്വതനവായുപലബ്ധിമാത്രം പ്രാണോ യഥേന്ദ്രിയബലേന വികൽപ്പിതം സത്. നാത്മാജാനമരിഷ്യതി നൈധദേഫൗ നക്ഷീയതേ ഭവനവിദ്യഭിചാരിണം ഹീം സർവത്ര ശശ്വതനവായുപലബ്ധിമാത്രം പ്രാണോ യഥേന്ദ്രിയബലേന വികൽപ്പിതം സത്. നാത്മാജാന ന മരിഷ്യതി നൈധദേഫൗ നക്ഷീയതേ ഭവനവിദ്യഭിചാരിണം ഹീം സർവത്ര ശശ്വതനവായുപലബ്ധിമാത്രം പ്രാണോ യഥേന്ദ്രിയബലേന വികൽപ്പിതം സത്. അണ്ഡേഷു അണ്ഡേഷു പേശിഷു തരുഷു അവിനിശ്ചിതേഷു പ്രാണോ ഹ്യജീവനം പ്രാണോ ഹ്യജീവമുപധാവതി തത്ര തത്രാം സന്നേ യദിന്ദ്രിയഗണേ അഹമിച പ്രസുപ്തേ കൂടസ്ഥ ആശയമൃതേ തദനുസ്മൃതന്ന. അണ്ഡേഷു മുട്ടകളിൽ, പേശിഷു പേശികളിൽ, തരുഷു മരങ്ങളിൽ, അവിനിശ്ചിതേഷു നിശ്ചയിക്കാൻ കഴിയാത്തതായ സ്വേദജങ്ങളിൽ, സ്വേദജം വിയർപ്പ് കൊണ്ട് ഉണ്ടാകുന്നവർ. അണ്ഡജമുണ്ട്, പേശിഷു എന്ന് പറഞ്ഞാൽ ജരായുജം, ഗർഭത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ജരായു എന്ന ഒരു പേശി. അവ തരുക്കൾ ഉദ്ഭിജങ്ങളാണ്, ഭൂമി പിളർന്ന് മുകളിലേക്ക് വരുന്നതാണ്. അണ്ഡജം, ജരായുജം, ഉദ്ഭിജം. ഇനിയുള്ളത് സ്വേദജമാണ്, വിയർപ്പിൽ നിന്ന് ധരിക്കുന്നത്. 4 തരത്തിലാണ് ജീവജാലങ്ങൾ. ഈ അണ്ഡേഷു പേശിഷു തരുഷു അവിനിശ്ചിതേഷു 4 വിധത്തിലുള്ള സൃഷ്ടികളിൽ, 4 വിധത്തിലുള്ള ജീവജാലങ്ങളിൽ പ്രാണോഹി പ്രാണൻ ആകട്ടെ ജീവം ഉപധാവതി. അതിൽ ഈ പ്രാണൻ, ഈ പ്രാണവായു ജീവനെ ഉപധാവനം ചെയ്യുന്നു, പിന്തുടരുന്നു. പ്രാണൻ ജീവനെ അനുവർത്തിക്കാം. അണ്ഡജം, ജരായുജം, ഉദ്ഭിജം, സ്വേദജം എന്നുള്ള 4 വിധ സൃഷ്ടികളിലും എല്ലാറ്റിലും പ്രാണൻ ജീവനെ അനുവർത്തിയത്. അപ്പൊ പ്രാണോഹി ജീവം ഉപധാവതി തത്ര തത്ര. അവിടെ ഈ 4 ജന്മങ്ങൾ എടുത്തു നോക്കിയാലും ഓരോന്നിലും പ്രാണൻ ജീവനെ പിന്തുടരുക തന്നെയാണ് ചെയ്യുന്നത്. നമുക്കറിയാൻ പറ്റും. ഏതു വിധമുള്ള ശരീരമാണെങ്കിലും പ്രാണൻ ഒരേപോലെ ഇരുന്നു കൊണ്ട് ആ അതാത് ശരീരത്തിനനുസരിച്ച് ചേഷ്ടകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതുപോലെയാണ് ആത്മാവ് എല്ലാ ശരീരത്തിലും നിർവികാരനായി തന്നെ ഇരിക്കുന്നു. ഈ 4 തരം സൃഷ്ടികളിലും പ്രാണൻ ജീവനെ പിന്തുടരുന്നു. 4 തരത്തിലുള്ള ജീവജാലങ്ങളിൽ പ്രാണൻ ഉണ്ട്. പക്ഷെ 4ന്റെയും ചേഷ്ടകൾ 4 തരത്തിലാണ്. അണ്ഡജങ്ങളുടെ ചേഷ്ടമല്ല ജരായുജത്തിന്റെ. ജരായുജത്തിന്റെ ചേഷ്ടയല്ല ഉദ്ഭിജങ്ങളായ വൃക്ഷങ്ങൾക്ക്. ഈ 3ന്റെയും ചേഷ്ടയല്ല സ്വേദജങ്ങളായ മൂട്ട, പേൻ മുതലായ. ഇതിലൊക്കെ എന്തുണ്ട്? പ്രാണനുണ്ട്. ആ പ്രാണൻ അതാത് 4 സൃഷ്ടിയിലെ ജീവനെ പിന്തുടർന്ന് കൂടെ പോകുന്നത് പോലെ ആത്മാവ് പ്രപഞ്ചത്തിലെ സമസ്ത ശരീരങ്ങളിലും
ഒരു മാറ്റമില്ലാതെ ഈ പ്രാണന് മാറ്റമില്ലാത്തതുപോലെ പിന്തുടരുന്ന പോലെ പിന്തുടരുന്നു. അണ്ടേഷു പേശിഷു തരിഷു അവിനിശ്ചിതേഷു പ്രാണോഹി ജീവം ഉപധാവതി തത്ര തത്ര. ഫന്നേ ഇതിന്ദ്രിയഗണേഹമീ. ഫന്നേ ഫന്നമായിരിക്കുന്ന അഹമി ഞാനെന്ന ഭാവം, അഹങ്കാരം ഫന്നമായിരിക്കുന്നതും ഇന്ദ്രിയഗണത്തിൽ ഞാനെന്നുള്ള അഹംഭാവവും പ്രസുപ്തേ ഉറക്കത്തിൽ കൂടസ്ഥ ആശയം ഹൃദേ തത് അനുസ്മൃതി നഹ. ഉറക്കത്തിൽ ലയമുണ്ടാകുമ്പോൾ കൂടസ്ഥനായ ആ ബ്രഹ്മസ്വരൂപനായ ചൈതന്യം ആശയം ഹൃദേ ഉപാധി കൂടാതെ കണ്ട് വിളങ്ങുന്നു. തദനുസ്മൃതി അതിൻ്റെ സ്മരണവും നഹ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. അത് ഇന്ദ്രിയങ്ങളുടെ ചാഞ്ചല്യം കൊണ്ട് ജാഗ്രതത്തിൽ സ്വപ്നത്തിലുമൊക്കെ വികാരമുണ്ടാകുന്നത് പോലെ തോന്നും. ആ വികാരം അവസ്ഥകൾക്ക് മാത്രമാണ്. കുഷുത്തിയിൽ കണ്ണ് ചെവി മുതലായ ഇന്ദ്രിയങ്ങളെല്ലാം അവരവരുടെ വിഷയത്തിൽ പ്രവർത്തിക്കാതെ ലയിക്കുന്നു. സുഷുപ്തിയിൽ ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഒന്നും പ്രവർത്തിക്കില്ല, നിശ്ചേഷ്ടമാണ്. അപ്പം അവരുടെ അഹങ്കാരത്തിലും അത് പ്രവർത്തിക്കാതെ ലയിക്കും. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഞങ്ങളുടേതായ ഒരു അഹംഭാവം, അഹന്ത ഉണ്ട്, ഞാനെന്ന ഭാവം. അത് തീരെ അടങ്ങും ഉറക്കത്തിൽ. ഉറക്കത്തിൽ കണ്ണിൻ്റെ ഞാനെന്ന ഭാവം, ചെവിയുടെ ഞാനെന്ന ഭാവം, മൂക്കിൻ്റെ ഞാനെന്ന ഭാവം ഒക്കെ എന്ത് ചെയ്യും? താനെ ഉറങ്ങും, ഒന്നും അറിയില്ല. ഒരു വികാരത്തിനും ഹേതുവാകാതെ ലിംഗമായിരിക്കുന്ന ആത്മാവ്, അപ്പോഴും ഞാനെന്ന ആത്മാവുണ്ട്. ആ ലിംഗമായിരിക്കുന്ന ലിംഗശരീരമാകുന്ന ആത്മാവെന്ന് ആ ഉപാധിയെ അഹങ്കാരവും കൂടി നശിച്ച പിന്നെ ഒന്നുമില്ല എന്ന ശൂന്യാവസ്ഥ. അതുകൊണ്ട് ആത്മാവ് തന്നെ എവിടെ എന്നപ്പ ശങ്കിക്കേണ്ട. ഉണരുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും. ഉറങ്ങുന്ന സമയത്ത് ഈ ആത്മാവ് എവിടെയാണ്? ആത്മാവ് നിലനിൽക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ കൂടെയോ ബുദ്ധിയുടെ കൂടെയോ മനസ്സിന്റെ കൂടെയോ ശരീരത്തിന് കൂടെയോ വേണം. ഇതെല്ലാം അപ്പൊ ഉറങ്ങല്ലേ ചെയ്യുക. ഞാൻ ഉറങ്ങുന്നു എന്നുള്ള ബോധം പോലും ഉറങ്ങിപ്പോകും. ഞാൻ ഈ കട്ടിലിൽ കിടക്കുകയാണെന്നുള്ള അറിവും അപ്പം ഉണ്ടാവില്ല. നിർവികാരനായിരിക്കും. ഈ ശൂന്യാവസ്ഥ അല്ലാതെ മറ്റൊന്നും അപ്പം ഉണ്ടാവില്ല. ഉണരുമ്പോൾ ഈ സുഖസ്വരൂപമായ വികാരവും കൂടെ എല്ലാം നശിച്ചപ്പോഴും സ്വയം പ്രകാശിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സ്മൃതിയാണ് നമുക്കുണ്ടാകുന്നത്. തദനുസ്മൃതി നഹ. ആശയം ഹൃദേ. ഒരു ഉപാധി കൂടാതെയാണ് ഈ ആത്മാവ് വിളങ്ങുന്നത്. ഈ ആത്മാവ് എവിടെ നിന്നു? ഉറക്കത്തിൽ. ആത്മാവിന് നിൽക്കാൻ ഒരു ഉപായം വേണ്ടേ? ഒരു ഉപാധി വേണം. തീ കത്തണമെങ്കിൽ ഒരു ഇന്ധനം വേണം, അല്ലെങ്കിൽ കത്താൻ പറ്റില്ല. അത് വെള്ളം എടുക്കണമെങ്കിൽ ഒരു ഉപായം വേണം, ഉപാധി വേണം, ഒരു പാത്രം വേണം, അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റില്ല. ഇതേപോലെ ഇതിന്, ഈ ആത്മസ്വരൂപത്തിന് നിലനിൽക്കാൻ ഒരു പാത്രം അവിടെ വേണ്ടേ? അതിൻ്റെ സ്മൃതിയില്ല. ഉണ്ട്, പക്ഷെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. തദനുസ്മൃതി നഹ. ഉണരുമ്പോഴാണ് ഇതുണ്ടായിരുന്നു എന്നുള്ള സ്മരണ നമുക്കുണ്ടാകുന്നത്. ഫന്നേ ഇന്ദ്രിയഗണേ അഹമി. ഇന്ദ്രിയഗണങ്ങൾ ഫന്നമാകുമ്പോൾ
അത് തളർന്ന് ക്ഷീണിച്ച് ഉറങ്ങുമ്പോൾ അഹമിജ പ്രസുപ്തി, ഞാനെന്ന ഭാവവും ഉറങ്ങുമ്പോൾ കൂടസ്ഥനായ ആ ആത്മസ്വരൂപം ആശയം വൃത്തേ, ഒരു ഉപാധിയും കൂടാതെ വിളങ്ങുന്നു. അതിന് ഉദാഹരണം തദനുസ്മൃതിക്കുന്ന, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആത്മതി ഉണ്ടാകും. അതുവരെ ഇല്ലല്ലോ. അപ്പം സുഷുപ്തിയിൽ സ്വഖസ്വരൂപനായ ആത്മാവിന്റെ അനുഭവമുണ്ട്. വിഷയസംബന്ധം ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ ജ്ഞാനത്തിനും സാക്ഷിയായിട്ടാണ് ഈ ബ്രഹ്മസ്വരൂപമായ ചൈതന്യം ഞാനെന്ന അവസ്ഥ ഇരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ അടങ്ങി എല്ലാം ലയം പ്രാപിക്കുമ്പോൾ ആത്മാനുഭവം ഉണ്ടാകുന്നു. ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുകയും ഒതുങ്ങുകയും ചെയ്യുന്നതല്ലാതെ ആത്മാവിന് ഈ വികാരങ്ങളൊന്നും സംഭവിക്കരുത്. ഉറങ്ങി എന്ന് പറയുമ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങൾ എവിടെ, മനസ്സെവിടെ, ബുദ്ധി എവിടെ, ശരീരം എവിടെ? ഇതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഇതൊന്നും എനിക്ക് അനുഭവമല്ല. എനിക്ക് അനുഭവമില്ലാത്ത ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഉണർന്നപ്പോ ഇതെല്ലാം ഉണ്ടായി. അതാണ് പശ്യൻ വൈ തത് ദ്രഷ്ടവ്യം ന പശ്യതി നഹി ദ്രഷ്ടുഹു ദൃഷ്ടേഹി വിപരിലോപോ വിദ്യതേ അവിനാശിത്വ. എപ്പോഴാണോ നാനാത്വത്തെ കാണുന്നത് അപ്പോൾ കാണേണ്ടതായ പരമാർത്ഥം കാണുന്നില്ല. ഉണർന്നു കഴിയുമ്പോൾ ഈ നാനാത്വത്തിലേക്ക് ഞാൻ പോവാണ്. അപ്പൊ നാനാത്വത്തെ കാണുമ്പോൾ കാണേണ്ട പരം പിന്നെ എന്തില്ല, ഈ ഞാനെന്ന ആത്മസ്വരൂപബോധം പിന്നെ ഉണ്ടാവില്ല. അത് കാണുന്നവന്റെ കണ്ണിന് മാറ്റമില്ല. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവൻ തന്നെയാണ്, പക്ഷേ ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ആത്മാവ് അവിനാശിയാണ്. ഉറക്കത്തിൽ പോലും നശിക്കത്തില്ല, നിലനിൽക്കും. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, മനസ്സിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ശരീരത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇതിനാണ് അധ്യാസം എന്ന വേദാന്ത അഹങ്കാരം വരെയുള്ള വൃത്തികളെല്ലാം ലയിക്കുമ്പോൾ ആത്മാനന്ദമെന്ന ഒരു സ്വരൂപം സ്വയമേവ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. കണ്ടു കേട്ടു എന്നുള്ള വിശേഷജ്ഞാനങ്ങളൊന്നും അപ്പോൾ ഉണ്ടാവില്ല. കാരണം കാണാനും കേൾക്കാനുള്ള വിഷയങ്ങളൊക്കെ നശിച്ചു ഒന്നുമില്ല. ജ്ഞാനാനന്ദ സ്വരൂപനായ ആത്മാവ് മാത്രം അങ്ങനെ പ്രകാശിക്കുന്നു. അത് പ്രകാശിക്കുന്നു എന്ന് എങ്ങനെ അറിയും? ഉണരുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഇത് തന്നെയാണ് നമുക്ക് അസ്വതന്ത്രത ഉണ്ടാക്കുന്ന കർമ്മവിശേഷം. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാണ്ട് പോവുക, അതുണ്ടാക്കുന്ന ഒരു കർമ്മവിശേഷമാണ്. പക്ഷെ ഉണരുമ്പോൾ മോഹം കൊണ്ട് വീണ്ടും ഈ ഭ്രമത്തിലേക്ക് തന്നെ പോകും. അപ്പൊ ഞാൻ സ്വതന്ത്രൻ അല്ല എന്ന് സ്പഷ്ടമായിരുന്നു. അതുകൊണ്ട് സുഷുപ്തിയിൽ ഈ സുഖസാധനങ്ങളൊന്നുമില്ലാതെ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് കഴിയില്ലേ? സുഖമായി ഉറങ്ങി എന്നല്ലേ പറയുക. ജാഗ്രത അവസ്ഥയിൽ എനിക്ക് സുഖമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആണെങ്കിലും ആരും പറയില്ല. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാന്നേ പറയൂ. ഒരാളും എനിക്ക് സുഖമാണ് എന്ന് പറയില്ല. ജാഗ്രത പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണ്? ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവ എപ്പോഴും കർമ്മനിബദ്ധരാണ്. കർമ്മനിബദ്ധരാകുമ്പോൾ
ആ കർമ്മത്തിൽ അകപ്പെടുന്ന എനിക്ക് ഈ സുഖാനുഭവത്തെ അറിയാൻ എപ്പോഴും തടസ്സമാണ്. അതേസമയത്ത് ഉറങ്ങുന്ന അവസ്ഥയിൽ ഇത് മാത്രം അറിയാൻ പറ്റും. അജ്ഞാനമെന്ന ഒരാവരണം എന്ന മൂടുപടം ആണ് നമ്മൾ ഇത് മറയ്ക്കുന്നത്. അതാണ് അജ്ഞാനമെന്ന ആ മൂടുപടം, അതിനെ നശിപ്പിക്കണം. അപ്പോൾ സാക്ഷിയായ ഒരു ബ്രഹ്മചൈതന്യം വിളങ്ങും. അതാണ് സാക്ഷിയും ആനന്ദസ്വരൂപമായിരിക്കുന്ന ആത്മാവ് ഉണ്ട് എന്നുള്ള അനുഭവം ഏവർക്കും ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ്. അണ്ഡേഷു പേശിഷു തരുഷു അവിനിശ്ചിതേഷു പ്രാണോ ഹി ജീവമുപധാവതി തത്ര തത്രാം സന്നേ യദിന്ദ്രിയഗണേഹമിച പ്രസുപ്തേ കൂടസ്ഥ ആശയമൃതേ തദനുസ്മൃതന്ന. അണ്ഡേഷു പേശിഷു തരുഷു അവിനിശ്ചിതേഷു പ്രാണോ ഹി ജീവമുപധാവതി തത്ര തത്രാം സന്നേ യദിന്ദ്രിയഗണേഹമിച പ്രസുപ്തേ കൂടസ്ഥ ആശയമൃതേ തദനുസ്മൃതന്ന. അണ്ഡേഷു പേശിഷു തരുഷു അവിനിശ്ചിതേഷു പ്രാണോ ഹി ജീവമുപധാവതി തത്ര തത്രാം സന്നേ യദിന്ദ്രിയഗണേഹമിച പ്രസുപ്തേ കൂടസ്ഥ ആശയമൃതേ തദനുസ്മൃതന്ന. ഹ്യബ്ജനാഭചരണൈഷണയോരുഭക്ത്യാം ചേതോമലാനി വിധമേത് ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാ അമരദൃശോ സവിതുർപ്രകാശം. എങ്കിൽ അബ്ജനാഭചരണ ഏഷണയ ഒരു ഭക്തിയ. അബ്ജനാഭൻ പത്മനാഭൻ. അബ്ജം താമര, താമര നാഭീരവൻ, അബ്ജനാഭൻ പത്മനാഭൻ. പത്മനാഭന്റെ ചരണത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അബ്ജനാഭചരണ ഏഷണയ. ഏഷണ മലയാളത്തിൽ പറയുന്ന ഏഷണയല്ല, പ്രാപിക്കാനുള്ള ആഗ്രഹം എന്നാണ്. അപ്പം സാക്ഷാൽ ഭഗവാന്റെ പാദപത്മങ്ങളോട് പ്രാപിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഭക്തിയാണ്. വർദ്ധിച്ച ഭക്തിയോടെ ചേതോമലാനി വിധമേൻ, ചേതസ്സിന്റെ മാലിന്യങ്ങളെ, ഓരോരോ കർമ്മം ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ചെളികളെ. എങ്ങനെയാണ് ചേതസ്സിന് മാലിന്യം ഉണ്ടാകുന്നത്? കർമ്മം കൊണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കർമ്മനിബദ്ധരായതുകൊണ്ട് അത് മാലിന്യം ഉണ്ടാകും. ആ മാലിന്യത്തെ എപ്പോഴാണോ വിധമേത് നശിപ്പിക്കുക, വിധമേത് നശിപ്പിക്കുക. എപ്പോഴാണോ നശിപ്പിക്കുന്നത്? അബ്ജനാഭന്റെ ചരണത്തെ പ്രാപിക്കണമെന്നുള്ള ഭക്തി കൊണ്ട് ചേതസ്സിനെ ബാധിച്ചിരിക്കുന്ന സമസ്ത മാലിന്യങ്ങളെയും തുളച്ചു കളഞ്ഞ് ഗുണകർമ്മജാനി. എങ്ങനെയാണ് ഈ മാലിന്യം? ഗുണകർമ്മജാനി. ഗുണം കൊണ്ടും കർമ്മം കൊണ്ടും ഉണ്ടാകുന്ന മാലിന്യങ്ങളാണ്. തസ്മിൻ വിശുദ്ധ ഉപലഭ്യതാത്മതത്വം. തസ്മിൻ ആ പരമാത്മാവിൽ, വിശുദ്ധേ തസ്മിൻ. മാലിന്യം പോയി കഴിഞ്ഞാൽ എന്തായി? വിശുദ്ധമായി. മനസ്സ് വിശുദ്ധമായാൽ അത് പരമാത്മ ചൈതന്യമാണ്. അതിൽ ആത്മതത്വം ഉപലഭ്യതേ. അതിൽ ആത്മതത്വം ലഭിക്കുന്നു, ഉപലഭ്യതയെ ലഭിക്കുന്നു. സാക്ഷാത് യഥാ അമരദൃശോഹു സവിതുപ്രകാശം. അമരദൃക്കുകൾക്ക്, നിർമ്മലമായ കണ്ണുകൾക്ക് സൂര്യന്റെ പ്രകാശം എന്ന പോലെ ഉപലഭ്യതയെ അനുഭവപ്പെടുന്നു എന്നർത്ഥം. സൂര്യന്റെ പ്രകാശത്തെ നമുക്ക്, സൂര്യനെ കണ്ടില്ലെങ്കിലും ആ പ്രകാശത്തെ കണ്ണുകൊണ്ട് അനുഭവിക്കുന്ന പ്രത്യക്ഷ ജ്ഞാനമാണ്. ഇതുപോലെ ആത്മാവിനെ അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ്. ആത്മാവിനെ അറിഞ്ഞാൽ പിന്നെ സംസാര ദുഃഖമില്ല എന്നാണല്ലോ പറഞ്ഞു വന്നത്.
സുഷുപ്തിയിൽ കൂടസ്ഥനായ ആത്മാവിനെ അറിയുന്നു എന്നുമാണ് പറഞ്ഞു വെച്ചത്. പിന്നെ സംസാരം എങ്ങനെ ഉണ്ടാകും എന്നൊരു ചോദ്യം വരാമല്ലോ. കൂടസ്ഥനായ ആത്മാവിനെ സാക്ഷാത്കരിച്ചാൽ, അറിഞ്ഞാൽ പിന്നെ ഈ സംസാരം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഉണർന്നു കഴിയുമ്പോ പിന്നെ ഇതൊക്കെ എഴുന്നു വരുന്നു എന്നൊരു ന്യായമായ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. ആ പൂർവപക്ഷം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം വ്യാസൻ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക. പിന്നെ എങ്ങനെ സംസാരം ഉണ്ടാകും എന്നാണെങ്കിൽ, അജ്ഞാനമെന്ന വാസന ഉള്ളത് കൊണ്ട് തന്നെ. അറിവില്ലായ്മ എന്ന കർമ്മവാസനകൾ നിരന്തരമായി നാം പിന്തുടരുന്നത് കൊണ്ട് അത് പോയിട്ടില്ല. സാറേ, ഈ പൂർവപക്ഷത്തിന്റെ ആശങ്ക മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോ തൊട്ടുള്ള ഒരു സംശയല്ലേ? അതെ 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 എന്നെന്നും നിലനിൽക്കുന്ന ഒരു ആശങ്കയല്ലേ? അതെ ആന്നു. അതുകൊണ്ടാണല്ലോ അത് പൂർവപക്ഷം. അതും കൂടെ ചോദിച്ചു പറഞ്ഞാൽ നമുക്ക് ആ ശ്ലോകത്തിന്റെ ആശയം മനസ്സിലാവുള്ളൂ. വെറുതെ അർത്ഥം പറഞ്ഞിട്ടൊരു കാര്യമില്ല. എല്ലാത്തിനും ഉണ്ട് ഈ പൂർവപക്ഷം. ഈ ഇങ്ങനെയുള്ള ആത്മോപദേശങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു പൂർവപക്ഷം വരുമ്പോൾ യുക്തിഭദ്രമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. കാരണം പൂർവപക്ഷത്തിന് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും തോന്നുന്ന ആ ഒരു സംശയത്തെ എടുത്ത് കാണിച്ചുകൊണ്ട് പൂർവപക്ഷത്തെ അവതരിപ്പിച്ച് അതാണ് മനുഷ്യ മനസ്സിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ച ഒരു ഋഷികവി. അതെ അതെ, ഇങ്ങനെ മനുഷ്യനുണ്ടാകാമെന്ന് ചിന്തിക്കാൻ തക്ക ഒരു ക്രാന്തദൃശ്യത്വം വ്യാസനുണ്ട്. നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നത് വ്യാസനറിയാം. അതുകൊണ്ടാണ് ഇതിപ്പോ വെറുതെ ഒരു സ്വാഗതം ചുമ്മാ അർത്ഥം പറഞ്ഞു വിടാം, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ പ്രസക്തി അറിയുമ്പോഴാണ് ഉണരുമ്പോൾ എന്തുകൊണ്ടുണ്ടാകുന്നു. ഈ സാക്ഷാത്കാര അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ലെന്നല്ലേ പറയാ. നമ്മുടെ സാധാരണക്കാരന്റെ ജാഗ്രത അവസ്ഥയില് ഒരിക്കലും നമുക്ക് ഈ അനുഭവം ഉണ്ടാകത്തില്ലല്ലോ. കാരണം സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും ഇങ്ങനെ നാനാത്വത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് എങ്ങനെയാ പരമാത്മാവിനെ അല്ലെങ്കിൽ ദർശനമായിട്ടുള്ള ബോധത്തെ അനുഭവപ്പെടുക? അതാ പറഞ്ഞത്, നമ്മളിത് അനുഭവപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ഇത് പറ്റുമെന്ന് ഉറപ്പിക്കാൻ പോകാം. ആ സുഷുപ്തി എന്ന അനുഭവം തന്നെ അങ്ങനെയാ. ശരിയാ, ആ സുഷുപ്തിയിൽ എല്ലാവർക്കും ഇത് അനുഭവവേദ്യമാണ്. എന്നിട്ടും ഒരാളും പഠിക്കുന്നില്ല എന്നാ വ്യാസം പറയാൻ പോവാ. അപ്പൊ ഈ സുഷുപ്തിയിൽ ഞാൻ ഒന്നും അറിയാതെ ഉറങ്ങി ആത്മാനന്ദ സുഖലബ്ധിയിൽ പരിപൂർണ ആനന്ദം അനുഭവിച്ച ഞാൻ അങ്ങനെ ഒരാൾ അനുഭവിച്ചാൽ പിന്നെ തിരിച്ചു വരില്ലല്ലോ. പിന്നെ ആർക്കും സംസാരത്തേക്ക് വരാൻ പറ്റില്ല എന്നാണല്ലോ. പിന്നെ എങ്ങനെ വന്നു? ഉണർന്നു കഴിയുമ്പോൾ കൈവിട്ടുപോയി. അപ്പൊ അത് ഉണർന്നു കഴിയുമ്പോൾ എന്താണ്, ഈ ജന്മവാസനകളും കർമ്മവാസനകളും പാത്തിയിരിക്കാണ്. ചാടി എന്തെയും വീണ് ഇവരെയൊക്കെ കൈക്കലാക്കും, ഇന്ദ്രിയത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും. അപ്പൊ പിന്നെ അവർ ആ വഴിക്കങ്ങ് പോകും. അപ്പൊ ഞാനെന്ന അഹന്തയും എല്ലാം കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വാസനകൾ നശിപ്പിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഓരോ ദിവസത്തെ അനുഭവം തന്നിട്ടും വാസനകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് അജ്ഞാനത്തെയും വാസനകളെയും നശിപ്പിക്കുന്ന ഒരു അനുഭവം എപ്പോഴുണ്ടാകുന്നുവോ അപ്പോൾ മാത്രമേ ഉള്ളൂ ഈ തിരിച്ചുവരവില്ലാത്ത അനുഭവം ഉണ്ടാകും. ബാക്കിയൊക്കെ തിരിച്ചു വരും. അതെപ്പോഴാണ് എന്ന ചോദ്യത്തിന് മറുപടിയാണ് എല്ലാ ലോകങ്ങളും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിൻ്റെയും ഉൽപ്പത്തി സ്ഥാനമായ താമരപ്പൂവ് യാതൊരു ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉണ്ടായോ? അബ്ജനാഭൻ, ഒറ്റ വാക്കിന്റെ അർത്ഥമായി. അങ്ങനെയുള്ള ആ ഭഗവാന്റെ എല്ലാറ്റിൻ്റെയും സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെയും സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ സർവകാരണമായിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ പാദകമലത്തിൽ എത്തിച്ചേരാനുള്ള ആശ ഒഴുക്കുമ്പോൾ ആ പ്രതീകാത്മകമായിട്ടുള്ള ഭാവന ആ എല്ലാ
എല്ലാത്തിനും കാരണഭൂതമായിട്ടുള്ള ആ മൂലത്തിലോട്ട് എത്തിക്കുവാൻ പ്രതീകാത്മകമായിട്ട് കാണിച്ചിരിക്കുന്ന നമ്മുടെ ഋഷീശ്വരന്മാരുടെ ആ അയ്യോ, ഭാവന പിന്നെ വൈഭവം ഇപ്പൊ അപാരമാണ്. അപ്പോഴേ നമ്മളത് അറിയുള്ളൂ. ശരിക്കും സർവ സൃഷ്ടിയും നടത്തുന്ന ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി സ്ഥാനവുമായിട്ടുള്ള അതെ, അതെ. അതിനും കാരണം, സർവകാരണത്തിനും കാരണമായിരിക്കുന്നവൻ. അങ്ങനെ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിനും കാരണമായ, ബ്രഹ്മാവിന് ഉൽപ്പത്തി സ്ഥാനമായ താമരപ്പൂവോ യാതൊരു ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായോ ആ മഹാവിഷ്ണുവിന്റെ പാദകമലത്തിൽ എത്തിച്ചേരാനുള്ള ആശ എന്താണ് പാകമായി വരുമ്പോൾ ഒരു ഭക്തിയാ. അപ്പൊ എന്ത് ചെയ്യണം? ഭക്തി ബലപ്പെട്ടു വരുന്നതോറും, ഒരു ഭക്തിയായി ബലപ്പെട്ടു വരുന്നതോറും ഗുണകർമ്മങ്ങൾ നിമിത്തമുണ്ടായ രാഗദ്വേഷാദികളായ ചിത്തവൃത്തികൾ തന്നെ നശിക്കും. ഭക്തിക്ക് ബലം കൂടുമ്പോഴേ നശിക്കൂ, അല്ലെങ്കിൽ നശിക്കില്ല. ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിനെന്ത് ചെയ്യണം? ബലം ഉണ്ടാവണം. നമ്മൾക്ക് ഭക്തി നൈമിഷികമാണ്. നമുക്ക് ഭക്തിയുടെ ഉൽപ്പത്തിയുണ്ട്, വൃദ്ധിയില്ല. ഞാൻ എപ്പോഴും പറയും, ഭക്തേഹേ ഉൽപ്പത്തി വൃദ്ധി. ഉൽപ്പത്തി അല്ല വേണ്ടത്, അത് വൃദ്ധി പ്രാപിച്ച് പൂർണ്ണമാകണം. അങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചു വരുമ്പോൾ മറ്റേയൊക്കെ പതുക്കെ പതുക്കെ നശിക്കും. നമ്മുടെ ഇത് നശിക്കാത്തത് നമ്മുടെ ഭക്തിക്ക് അഭിവൃദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, ശരിയാ സാർ, 100% ശരിയാണ്. നമ്മൾ എവിടെ ആയിരുന്നു അവിടെ തന്നെ നിൽക്കാണ്. അതെ, നമ്മൾ അമ്പലത്തിൽ പോകും, നാമം ചോദിക്കും, ഭാഗവതം വായിക്കും, പഠിക്കും, എല്ലാം ചെയ്യും. പക്ഷെ നമ്മളെ കാമക്രോധങ്ങളും രാഗാദികളും ഒന്നും പോവില്ല, വൃദ്ധി എന്ന് പറയുന്നത് ഉണ്ടാവുന്നില്ല. ഉൽപ്പത്തിയുണ്ട്, പക്ഷെ വൃദ്ധി ഉണ്ടാവുന്നില്ല. ന്യായമായ ഉത്തരങ്ങൾ ഓരോന്നിനും കൊടുക്കുന്നത്, അതാ രസം. അല്ല, അതും ആ ഭക്തിയുടെ ആ എന്താ പറയുക മാഹാത്മ്യം ഇത്ര മാത്രം. കാരണം ഇതറിയാൻ വേറെ ഒരു ഉപാധിയും ഇല്ലെന്ന് ഒന്നുമില്ല, ഉറപ്പിച്ചു വയ്ക്കാണ്. അപ്പം ആ ഭക്തി വളർന്ന് 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 ബലപ്പെട്ടു വരുംതോറും രാഗദ്വേഷാദികളാകുന്ന ചിത്തവൃത്തികൾ താനെ നശിക്കും. അപ്പോൾ പുണ്യവും പാപവും രണ്ടും ചെളിയാണ്. പക്ഷെ പാപത്തെ കളയാൻ പുണ്യങ്ങൾ ശീലിക്കണം. പുണ്യവും പിന്നെ നിർമ്മലമാകും. അങ്ങനെ ആയാൽ കണ്ണാടിയിലുള്ള ചെളി തുടച്ചു കളഞ്ഞാൽ മുമ്പിലിരിക്കുന്ന വസ്തു ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് പോലെ ശുദ്ധമായ മനസ്സിൽ ഒരു മറവും കൂടാതെ ശുദ്ധമായ തത്വജ്ഞാനം വിളങ്ങും. എപ്പോൾ? മാലിന്യം തുടച്ചു കളഞ്ഞാൽ മാത്രം. അല്ലെങ്കിൽ ഈ കണ്ണാടിക്ക് പ്രതിബിംബിക്കാനുള്ള കഴിവ് ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഈശ്വരാവബോധത്തെ പ്രതിബിംബിക്കാത്തത്. എന്തായാലും ഒരു കാര്യം സ്പഷ്ടമാണ്. വേദവ്യാസന്റെ കാലത്ത് തന്നെ നമ്മൾ ഭാരതത്തിൽ എല്ലാവരും കണ്ണാടി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ തന്നെയുള്ള അടുത്ത കാലത്ത് എങ്ങാനും ഇറക്കുമതി ചെയ്താന്നൊക്കെ അല്ലേ നമ്മുടെ വിചാരം. അല്ലാതെ പിന്നെ മെർക്കുറി കണ്ടുപിടിച്ചതിന് ശേഷം രസം പൂശിയിട്ട് കണ്ണാടി ഉണ്ടാക്കി. അതെ. അല്ല, ഒരുപക്ഷെ അതിന് മുന്നേ തന്നെ ഇന്ത്യക്കാർ രസം തീർച്ചയായിട്ടും മെർക്കുറി കണ്ടുപിടിച്ചിരുന്നല്ലോ. പിന്നെ അതുകൊണ്ടാണല്ലോ അവര് എന്താണ് ഈ ഉപഗ്രഹത്തെ വിക്ഷേപിച്ച അങ്ങനെയായിരുന്നു. ആദ്യത്തെ ഉപഗ്രഹം ആര്യഭടൻ വിക്ഷേപിച്ചത് മെർക്കുറി ഉപയോഗിച്ച. ഓ, അത് ശരി. അത് ആര്യഭടീയത്തിലുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. ആര്യഭടീയത്തിന്റെ 19-ാം അധ്യായത്തിലെ ഗോളാധികരണം എന്നുള്ള അധ്യായത്തിൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന കഥ ഇദ്ദേഹം എഴുതുന്നുണ്ട്, പറയുന്നുണ്ടല്ലേ? ഉണ്ട്. അതിന് കണക്ക് മുഴുവനുണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. പക്ഷെ മുഴുവൻ സംസ്കൃതത്തിലാണ് ഈ കണക്ക് മുഴുവൻ. അത് നമുക്ക് മനസ്സിലാകത്ത്. അപ്പൊ ഇതെല്ലാം കൊണ്ടുപോയി പഠിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും അതാ പറ്റില്ലല്ലോ. ടെക്നോളജി എല്ലാം ഡെവലപ്പ് ചെയ്തേ. കഷ്ടം നമുക്ക്. രസം എന്ന ഇന്ധനം കത്തിച്ച് ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ ഉപഗ്രഹത്തെ മുകളിലേക്ക് വിക്ഷേപിച്ചത്. അത് ശരി. അതിനുള്ള കഴിവനുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. അത് ആര്യഭടീയത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ആര്യഭടീയം സംസ്കൃതമായോണ്ട് എന്താണ് നോക്കുന്നില്ല. അവരും കൊണ്ടുപോയി പഠിച്ചു. അതുകൊണ്ട് അവർ ആദ്യം വിക്ഷേപിച്ച ഉപഗ്രഹത്തിന് ആര്യഭട്ടം എന്ന് പേരും കൊടുത്തു. കാരണം ഈ ഗ്രന്ഥമുള്ളത് പറ്റിയത് അതിന്റെ സാങ്കേതിക വിദ്യ മുഴുവൻ അതിനകത്ത് പറയുന്നുണ്ട്.
തീർച്ചയായിട്ടും വിക്ഷേപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ടെക്നോളജിയും ഉണ്ട് 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 കാൽക്കുലേഷൻസും എല്ലാം എല്ലാം ഉണ്ട്. അതിന്റെ കൃത്യ കണക്ക് മുഴുവൻ അതിനകത്ത് പറയാം. അങ്ങേയറ്റം ഒന്ന് അംഗീകരിക്കാൻ പോലും ആ തുടങ്ങിയിട്ടില്ല. അതെ 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 അതെ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒരു പുതുമയല്ല. വ്യാസനെ സംബന്ധിച്ച് അന്നുള്ള എന്നും നിലനിൽക്കുന്ന ഈ ഉദാഹരണം തന്നെയാണ് വ്യാസൻ ചൂണ്ടിക്കാണിക്കുന്നത്. യഥാ അമരദൃശോഹോ, മാലിന്യം മാറിയ കണ്ണിന് എപ്രകാരമാണോ ഈ ബിംബത്തെ പ്രതിഫലിപ്പിച്ച് കാണിക്കാൻ പറ്റുന്നത് അതേപോലെ. അപ്പൊ മാലിന്യം മാറ്റി തന്നെ വെക്കണം. മാലിന്യങ്ങളാണ് ഈ പുണ്യപാപങ്ങളും രാഗദ്വേഷാദികളുമായ ചെടികൾ. അപ്പോഴേ മനസ്സ് നിർമ്മലമാവുകയുള്ളൂ. ശുദ്ധമായ മനസ്സിലൊരു മറവും കൂടാതെ തത്വജ്ഞാനം ഉണ്ടാകും. അതിനു മുമ്പും ഈ പരമാർത്ഥ തത്വം ഉണ്ട്. പക്ഷേ അത് നമുക്ക് തെളിഞ്ഞു കാണാത്തത് ചെളിയുള്ളത് കൊണ്ടാണ്. രാഗദ്വേഷാദികൾ എന്താണ് അവിടെ നിലനിൽക്കുന്നിടത്തോളം പറ്റില്ല. ഈ ചെളി നീങ്ങിയാൽ അനുഭവമായി. സൂര്യൻ എപ്പോഴും പ്രകാശിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ കണ്ണിന് വല്ല കോട്ടവും ഉണ്ടാകുമ്പോൾ അതിന്റെ മാഹാത്മ്യം നമുക്കറിയാൻ പറ്റത്തില്ല. കണ്ണിലെ രോഗം മാറിയാൽ സൂര്യപ്രകാശം അറിയാൻ കഴിയുന്നത് പോലെ എനിക്ക് പ്രകാശം കാണാൻ പറ്റാത്ത എൻ്റെ കണ്ണിന് രോഗമുള്ളതുകൊണ്ടാണ്. അത് മാറിയാൽ എനിക്ക് സൂര്യപ്രകാശത്തെ അനുഭവിക്കാൻ പറ്റും. അതുപോലെ ആത്മതത്വം പ്രകാശിക്കണമെങ്കിൽ ഭക്തി ഉണ്ടാകുക തന്നെ ചെയ്യണം. ഭക്തി ഉണ്ടാകണമെങ്കിൽ മാലിന്യങ്ങൾ മാറണം. അപ്പോഴേ ഭക്തിക്ക് ബലമുണ്ടാകുള്ളൂ. ജാഗ്രത എന്ന ഈ ബോധം വരുമ്പോൾ ഈ രാഗാദികളായ സമസ്ത വൃത്തികളും മനസ്സിലേക്ക് കടന്നുകൂടും. അപ്പോൾ സുഷുപ്തിയിൽ ഉണ്ടായിരുന്ന ആനന്ദ അനുഭവം മറഞ്ഞുപോകും. മൂലം നശിച്ചാൽ, വേര് പൊട്ടിപ്പോയാൽ മരവും നശിച്ചു പോകുമല്ലോ. അതേസമയത്ത് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയാലും വീണ്ടും അത് തളർത്ത് വീണ്ടും ഇലകളുണ്ടായി വരും. അതേസമയത്ത് വേര് പൊട്ടിപ്പോയാൽ പിന്നുണ്ടാവില്ല. അതുപോലെയാണ് സുഷുപ്തിയിലുണ്ടായിരുന്ന ആനന്ദ അനുഭവം. അത് മറഞ്ഞു നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ മരത്തിലെ എല്ലാ ഇലയും കൊഴിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ദൂരെ നോക്കുമ്പോഴൊന്നും കഷ്ടം ഉണങ്ങി വരണ്ട, ഇനി ഇത് നിൽക്കില്ല എന്ന് വിചാരിക്കും. 2 മഴ കഴിയുമ്പം തളർത്ത് ഭംഗിയായിട്ട് വീണ്ടും വരും. സുഷുപ്തി അനുഭവം അങ്ങനെയാണ്. അതേസമയത്ത് വേര് മുറിഞ്ഞു പോയാൽ പിന്നെ വരില്ല. ജാഗ്രതും സ്വപ്നവും ഒതുങ്ങുമ്പോൾ സുഷുപ്തിയിൽ തൽക്കാലം ലയിച്ച വാസനകൾ വീണ്ടും വീണ്ടും ഉണ്ടാകും. ഉണരുന്നത് കൊണ്ട് പ്രപഞ്ചലയം ആത്യന്തികമല്ല എന്ന് ബോധ്യമാകും. വാസന നശിച്ചാൽ പിന്നെ മുടക്കിയേയില്ല. അതുകൊണ്ട് ഭക്തി തന്നെയാണ് നല്ല വഴി. ഭഗവത് പാദത്തിൽ നിരതിശയമായ പ്രേമം ഉണ്ടാകാൻ മറ്റൊരു വഴികളുമില്ല. ഭക്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാഗാദികളായ മാലിന്യങ്ങളെയൊക്കെ ഇല്ലാതാക്കി ശുദ്ധമായ മനസ്സിൽ ആത്മാനന്ദം ഒരിക്കലും നശിക്കാത്തതുപോലെ അനുഭവപ്പെടും. പിന്നെ സംസാരം ഉണ്ടാവുകയില്ല. സംസാരം അനുഭവിക്കാൻ ഒരു പാത്രം ആവില്ല ഈ ശരീരം. ർഹ്യബ്ജനാഭ ചരണേഷണയോരു ഭക്തിയാം ചേതോമലാനി വിധമയത് ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാ അമരദൃശോ പവിതുപ്രകാശാം. ർഹ്യബ്ജനാഭചരണേഷണയോരു ഭക്തിയാം ചേതോമലാനി വിധമയത് ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാ അമരദൃശോ സവിതുർപ്രകാശാം. ർഹ്യബ്ജനാഭചരണേഷണയോരു ഭക്തിയാം ചേതോമലാനി വിധമേത് ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാ അമരദൃശോ സവിതുർപ്രകാശ എന്ന് ഈ യദുവിന്റെ ചോദ്യത്തിന് പിപ്പലാദ മഹർഷി വിശദമായ ഒരു ഉത്തരം അവിടെ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ആ ഉത്തരം എല്ലാ
ആശങ്കകളും പരിഹരിപ്പിക്കുന്ന ഒരു തരമാണ്. ഒരു സംശയം ബാക്കിയുണ്ടാവില്ല. ആർക്കൊക്കെ ഏതൊക്കെ സംശയങ്ങൾ ആരുടെ മനസ്സിൽ എപ്പോഴെങ്ങനെ ഉണ്ടാകാമോ അതെല്ലാം പരിഹരിച്ച് വിട്ടു കഴിഞ്ഞിരിക്കുന്നു. ഉറപ്പിക്കാൻ അങ്ങനെ വേണം. സിദ്ധാന്തത്തെ ഉറപ്പിക്കണമെങ്കിൽ പല പൂർവപക്ഷങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിനെ നിരാകരിച്ച് സിദ്ധാന്തപക്ഷത്തെ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ അത് ബലിഷ്ഠമാവുകയുള്ളൂ. അങ്ങനെ ബ്രഹ്മതത്വത്തെ ബലിഷ്ഠമായി ഉറപ്പിക്കാനുള്ള വ്യാസന്റെ യത്നം പിപ്പലാദനിൽ കൂടി ഇവിടെ പൂർണ്ണമായി. ഇനിയും രാജാവ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അത് കർമ്മയോഗത്തെ കുറിച്ചാണ്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാൻ നമ്മുടെ സമയം അതിക്രമിച്ചു. ഇന്ന് നമുക്കിവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ എത്തിക്കാം. ഈ നിമി നവയോഗി സംവാദം ഭാഗവതത്തിന്റെ ഏകാദശ തുടങ്ങുമ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നന്നായി അറിഞ്ഞിട്ട് വേണം. ഇപ്പോഴാണ് ഏകാദശത്തിന്റെ മഹത്വം എന്താ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഇതിൽ കൂടിയാണ്. ഈ 9 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളിൽ കൂടി ഋഷി അവിടേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ്. ഇനിയും അതിൻ്റെ മറ്റ് വിഷയങ്ങളിലേക്ക് വീണ്ടും പ്രവേശം. ഒത്തിരി വിഷയങ്ങൾ ഇതുവരെയും ആ ഉദ്ധവരുടെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്നും കടന്നിട്ടേ ഇല്ല. അതിനൊക്കെ മുമ്പായത്. ഉദ്ധവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറയാൻ പോകുന്നൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. അതിന്റെ പശ്ചാത്തലം ഒരുക്കുന്നതേ ഉള്ളൂ. അതിനൊരു കളം ഉണ്ടാക്കി വെക്കുകയായിരുന്നു ഇപ്പൊ ഈ ചെയ്ത് മുഴുവൻ. ഇതിൽ കൂടി തിരിപ്പതൊക്കെ പോകുന്നതുകൊണ്ട് കിട്ടുന്നുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ പോയാൽ മതി സാർ. പോയാൽ മതി. സാറ് ഇന്നലെ എപ്പോ വന്നു തൃശ്ശൂര് തിരികെ? തൃശ്ശൂരിൽ നിന്ന് 1:30 മണിയായി രാത്രി വരുമ്പോ. ഞങ്ങള് ലൈവ് യൂട്യൂബ് ലിങ്ക് കിട്ടിയായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. ഈ ഭാഗവതത്തെ കുറിച്ചുള്ള ഈ ചോദ്യങ്ങളായിരുന്നു പറയാൻ വന്ന വീണാണ്. മറുപടിയും കുറച്ച് പറഞ്ഞു. എങ്ങനെയൊക്കെ വേണം സപ്താഹം എന്നുള്ള ഒരു ചിന്ത അവതരിപ്പിക്കായിരുന്നു. ഇപ്പൊ സംശയം തീർന്നെങ്കിൽ നമുക്ക് ഇന്ന് പ്രസംഹരിക്കാം. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ. നമസ്കാരം.